നിങ്ങളെല്ലാവരും മനസ്സിൻ്റെ ഉള്ളിലൊരു ചിന്ത ഉണ്ടാവും, എന്തെൻ്റെ തടി കുറയാത്തത്, എനിക്ക് വയറ് കുറയണില്ലല്ലോ. പലരും പറയാറുണ്ട് എൻ്റെ അപ്പർ ബോഡി ഭയങ്കര കൂടുതലാണ്, അല്ലെങ്കിൽ എനിക്ക് തൊടവണ്ണം കൂടുതലാണ്, ഇതൊന്നും കുറയ്ക്കാൻ പറ്റില്ലേ. അതേപോലെ തന്നെ സമയമില്ലേ ഒന്നിനും. ഇതിനൊക്കെ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ചിന്തിച്ച് കൂട്ടുകയാണ് ഒരുപാട് കാര്യങ്ങളെ. നമുക്ക് പറ്റുമോ അവസാനം പറ്റില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പോൾ എന്താണ് അവിടെ പ്രശ്നമായിട്ട് വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ പ്രശ്നമായിട്ട് വരുന്ന ഈ തോട്ട് മാത്രമാണ്, ഈ ചിന്തകളിൽ നിന്ന് നമ്മളൊന്ന് മാറി വളരെ ഈസി ആയിട്ട് ലഘുവായിട്ട് നമ്മളങ്ങോട്ട് ചിന്തിച്ചാൽ മതി. അങ്ങനെ ഒന്നും സംഭവിക്കണേ ഇല്ല. നമ്മൾ പല്ല് തേക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, അതിൻ്റെയൊക്കെ കൂടുതലൊരു സംഭവമായിട്ട് നമ്മൾ അതിനെ ഒന്ന് കൂട്ടി വെക്കൂ. വളരെ ഈസിയായി മാറും ഈ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്. ഇത് വ്യായാമം മാത്രമല്ല, ഭക്ഷണക്രമം. ഈ ചിന്ത എന്ന് പറയുമ്പോഴേ എന്തൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൂടും എന്ന് പറഞ്ഞാൽ, നമ്മൾ ആ ആഘോഷിച്ച ദിവസങ്ങൾ, നമ്മൾ പോയ ഹോട്ടലിൻ്റെ നെയിം ബോർഡ് പോലെ നമ്മളെ മനസ്സിലേക്ക് ഓടി വരും. ആ ബേക്കറിയിലുണ്ടായിരുന്ന പലഹാരങ്ങളുടെ ഭംഗി, ഇതൊക്കെ നമ്മളെ മനസ്സിലേക്ക് വരും. അവിടെ നമ്മൾ അനുഭവിച്ചിരുന്ന വൈബ്, ഇതൊക്കെ നമ്മളിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ നമ്മൾ തീരുമാനം എടുക്കും, അവിടെ നിൽക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ വിഷു ആണ് വരുന്നത്, പെരുന്നാൾ വരുന്നുണ്ട്, ഈസ്റ്റർ വരുന്നുണ്ട്, ഇതൊക്കെ ഒന്ന് അടിച്ചു പൊളിച്ചിട്ട് അതിന് ശേഷം നമുക്ക് ചെയ്യാം. അങ്ങനൊരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുകയാണ് ശരിക്കും ചെയ്യുന്നത്. ഇങ്ങനെ വലുതായൊന്നും ചിന്തിച്ചു കൂട്ടണ്ടെന്നേ. നമ്മൾ എത്രത്തോളം ഏതൊരു നിസ്സാര കാര്യത്തിനും വലുതാക്കി ചിന്തിക്കണോ, നമ്മളൊരു വലിയ വീട് പണിയാൻ നോക്കണോ, അല്ലെങ്കിൽ നമ്മളൊരു കുട്ടിയെ വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് കല്യാണം കഴിച്ചു കൊടുക്കാൻ നോക്കണോ, അങ്ങനെയൊക്കെ രീതിയിലേക്ക് നമ്മളൊരു ഇതിനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് വലിയ ചിന്തകളിലേക്ക് കൊണ്ടുപോകും. നമുക്കത് അവിടെ സ്റ്റോപ്പാക്കാനുള്ള ടെൻഡൻസി കൂടുകയുള്ളൂ. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ കൂടെ എന്നും ദിനചര്യയായിട്ട് പോണ കുറേ കാര്യങ്ങളില്ലേ, നമ്മൾ എണീറ്റു, പല്ല് തേച്ചു, പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്തു, പ്രാർത്ഥിച്ചു ഒക്കെ ചെയ്യില്ലേ, അതുപോലൊരു നിസ്സാര കാര്യമായിട്ടൊന്ന് കൂട്ടി വെക്കൂ. അപ്പം അറിയാം അതിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളത്. നമുക്ക് അത് നമ്മളെങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് പോയി കുറേ കാലങ്ങളോളം തന്നെ നമ്മളെ കൂടെ അതുണ്ടാവും. നമ്മളൊരാളെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? ഒപ്പം നിന്ന് അവരെ മനസ്സിലാക്കി അങ്ങനെ പോകുമ്പോഴല്ലേ അതിനെയാണ് ട്രാക്കിലേക്ക് വീഴുക എന്ന് പറയണത്. അങ്ങനെ ഒരു ട്രാക്കിലേക്ക് നമ്മൾ വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു നേരം ഒരു അരമണിക്കൂറെങ്കിലും അത് ചെയ്തിട്ടില്ലെങ്കിലും, അല്ലെങ്കിൽ ഒരു ഭക്ഷണം കിട്ടിയിട്ട് നമ്മൾ ഒരുപാട് കഴിച്ചു പോയാലൊക്കെ നമ്മളെ മനസ്സിൽ തന്നെ തോന്നും, വേണ്ടായിരുന്നില്ലേ. അങ്ങനെ ഒരു ചിന്തയിലേക്ക് നമുക്ക് എത്താൻ കഴിയും. അത് നമ്മളെ ജീവിതത്തിന് നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കി തരാൻ പറ്റും, 100% ഉറപ്പാണ്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾക്ക് ഡയറ്റ് നമുക്കറിയാം. നമ്മൾ ചെയ്തിരുന്ന ശീലങ്ങളൊക്കെ തെറ്റാണെന്നും നമുക്കറിയാം. നമ്മൾ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ മാറ്റണം എന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ ഭക്ഷണത്തിൽ മാറ്റം വരുത്തുമ്പോൾ ഒരു വിഡ്രോവൽ സിൻഡ്രോമൊക്കെ നമുക്ക് ഉണ്ടാവും. കാരണം ഷുഗർ മാറ്റിയാണ്, മൈദ പോലത്തുള്ള ഫ്ലോർ അങ്ങനത്തെ ഒക്കെ നമ്മൾ മാറ്റുമ്പോൾ നമുക്കൊരു ഒരു വിഡ്രോവൽ സിൻഡ്രോം ഉണ്ടാവും. അതൊരു 2-3 ദിവസമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏറിപ്പോയാൽ ഒരു 3-4 ദിവസം നമുക്കുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരിങ്ങനെ ശരിയായി വന്ന് നമ്മളൊരു മാസമൊക്കെ കഴിഞ്ഞ് നമ്മളെ മുന്നിൽ അങ്ങനത്തെ ഒരു ഭക്ഷണം കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ നമ്മളതിൻ്റെ ഇൻഗ്രീഡിയൻസ് ചിന്തിക്കും, ശ്രദ്ധിക്കും, നമ്മൾ കഴിക്കാതിരിക്കും. ഇപ്പോൾ ഇഷ്ടം പോലെ വ്യായാമങ്ങൾ നമുക്കുണ്ടല്ലോ, പല രീതിയിലുള്ള വർക്കൗട്ടുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് ആദ്യം നമുക്ക് ആ മനസ്സങ്ങോട്ട് കൊടുക്കാൻ പറ്റണത് അത് തിരഞ്ഞെടുത്ത് നമ്മളിങ്ങനെ പോകെ നമുക്ക് തന്നെ മനസ്സിലാവും, അതൊന്ന് മാറ്റാം, ഇങ്ങനെ ഒന്ന് ചിന്തിച്ചാലോ അങ്ങനെ ഒന്ന് മാറിയാലോ ഒക്കെ നമ്മളെ മൈൻഡിൻ്റെ ഉള്ളിലേക്ക് തന്നെ തോന്നും. അങ്ങനെ ഓരോന്ന് നമ്മൾ ചെയ്ത് നോക്കുക. കുറേശ്ശൊക്കെ ആയിട്ട് ചെറിയ രീതിയിൽ. ഇപ്പോൾ 100 കിലോ 110 കിലോ ഉള്ളവരൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. മറ്റവർ അത്ര പെട്ടെന്ന് നമുക്കായില്ലെങ്കിലും എല്ലാം ശരിയാക്കി എടുക്കാൻ പറ്റൂ കേട്ടോ. അങ്ങനത്തെ യാതൊരു ടെൻഷനും മനസ്സിൽ വേണ്ട. നിങ്ങളിങ്ങനെ ഓവർ ചിന്തിച്ച് അതിനെ വലുതാക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം കേട്ടോ. ഇതൊരു ചെറിയ ലഘുവായി നമ്മൾ വീട്ടിൽ എന്തൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരാ, എന്തൊക്കെ രീതിയിൽ നമ്മൾ വേദനകൾ സഹിച്ച് കുട്ടികളെ പ്രസവിച്ചിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അത് ചെറിയൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അത് നമുക്ക് പിന്നീട് ഭയങ്കര മാറ്റങ്ങൾ വരുത്താനുള്ളൊരു കാര്യമാണെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് അതിലേക്ക് വരും. നമുക്ക് ഉപദേശിക്കാൻ എല്ലാവർക്കും കഴിയും, പക്ഷേ അതല്ല നമ്മൾക്ക് അതിന് ശേഷം ഉണ്ടാവണ ആ ഒരു കോൺഫിഡൻസ് ലെവൽ, അതൊക്കെയാണ് നമ്മൾ ഇമാജിൻ ചെയ്യേണ്ടത്. കാരണം നമ്മൾ പല ഡ്രസ്സുകളും നമുക്ക് ഇടാൻ പറ്റാത്ത ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് നടക്കുന്നതും, പിന്നെ അതേപോലെ തന്നെ കുറേ ബ്ലഡ് റിപ്പോർട്ട്സൊക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ തോന്നിയിരുന്നതൊക്കെ നല്ല ക്ലിയർ ആവണതും, നമ്മൾ പല ഫംഗ്ഷനുകൾ പോകുമ്പോൾ ഉണ്ടാവുന്ന ആൾക്കാരുടെ സംസാരവും ഒക്കെ നമ്മളെ മൈൻഡിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇമാജിൻ ചെയ്യുക. അതായിരിക്കണം നമ്മളെ മോട്ടിവേഷൻ. നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്നതായിരിക്കണം നമ്മളെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അല്ലാതെ വേറൊരാൾ ഉപദേശിച്ച് കുറേ അങ്ങനെ ചെയ്യൂ മറ്റേ ചെയ്യൂ അത് ചെയ്യൂ അപ്പോഴൊന്നും നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ അത് കയറിക്കൊള്ളണമെന്നില്ല. നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു മോട്ടിവേഷൻ മാത്രമേ നമ്മളെ അങ്ങോളം
വരെ എത്തിക്കുള്ളൂ. അത് നിങ്ങളെപ്പോഴും മനസ്സിലാലോചിച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും ബിസി ആയിട്ടുള്ളൊരു ലൈഫിലൂടെ പോകുമ്പോൾ ഇതിനു വേണ്ടി അല്പസമയം മോർണിംഗോ ഈവനിങ്ങോ ഏതെങ്കിലും ഒരു സമയം നമുക്ക് കണ്ടെത്താൻ പറ്റും, ഉറപ്പാണ്. അങ്ങനെ മറ്റുള്ളവർക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട്, എനിക്കെന്ത് പറ്റില്ല, അതൊന്ന് ചിന്തിച്ച് നമുക്കൊരല്പസമയം അതിനു വേണ്ടി മാറ്റി വെച്ച്. ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോസൊക്കെ എന്ന് പറഞ്ഞാൽ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടും എല്ലാം കൂടിയിട്ട് അങ്ങനെ കൊണ്ടുപോകണത് എന്താണെന്ന് വെച്ചാൽ ഏകദേശം ആൾക്കാരും ബിഗിനേഴ്സാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ വരുന്ന വീഡിയോസിലൊക്കെയും ഓരോ ഭാഗത്തിനായിട്ടും ഒക്കെ കൊടുക്കുന്നത് എന്താ വെച്ചാൽ ചെറിയ ചെറിയ വ്യായാമങ്ങളിലൂടെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കൂ, ചൂസ് ചെയ്യൂ നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് കാണാൻ ഇഷ്ടം, അതുപോലെ ചെയ്യുക. നിങ്ങളുടെ മൈൻഡിനെ തൃപ്തിപ്പെടുത്തിയിട്ട് കൊണ്ടുപോകാൻ മുന്നോട്ട് കേട്ടോ. അങ്ങനെ പോകുമ്പോൾ നമ്മളറിയാതെ ഒരു സമയം നമുക്ക് ആ റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. ഒരു ചെറിയ ക്ഷമയോട് കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് പോവുക കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഫ്രം ടുമോറോ, നാളെ മുതൽ നമ്മൾ അതുപോലെ ആയിരിക്കുന്ന ഉറച്ചൊരു തീരുമാനം എടുക്കുക. നമ്മളുള്ളിൽ തന്നെ ഒരു നല്ലൊരു പ്രോമിസ് കൊടുക്കുക, അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അതേപോലെ നമുക്ക് കുറേ അസുഖങ്ങളൊക്കെ ഉള്ളവരുണ്ടാവും അല്ലേ. ഇപ്പോൾ എല്ലാ ആരോഗ്യമുള്ളവരൊന്നും അല്ലല്ലോ ഉള്ളത്. ഇപ്പോൾ നട്ടലിൻ്റെ പ്രോബ്ലം, കുറേ പല രീതിയിലുള്ള പ്രശ്നങ്ങളുള്ളവരൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അത് രീതിയിൽ നമുക്ക് ഇരുന്നു കൊണ്ടുള്ള വ്യായാമങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വല്ലാണ്ട് ഓടിയും ചാടിയും ഇതാക്കിയിട്ടൊന്നും അല്ലാതെ അതാ പറഞ്ഞത് നമുക്ക് സ്യൂട്ടബിളായിട്ടുള്ള വ്യായാമം തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് അതാണ്. അങ്ങനെ നമുക്ക് നമ്മളെ അസുഖങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ഇപ്പോൾ പിന്നെ ഡിസ്കംപ്ലൈൻ്റ് ഉള്ളവർക്കൊക്കെ അതൊക്കെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് തടിയൊക്കെ കുറച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ എല്ലാറ്റിനും നമുക്ക് വേണ്ടത് എന്താണ്, മനസ്സെന്ന് പറഞ്ഞ സംഗതി. നമ്മൾ മനസ്സിലൊരു ഗോൾ സെറ്റ് ചെയ്യുക. നമ്മൾ നാളെ മുതൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് എല്ലാവരും. കൃത്യമായിട്ട് വ്യായാമവും ഭക്ഷണത്തിൻ്റെ ക്രമവും ഒക്കെ ക്ലിയർ ചെയ്ത് പോകുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ടിലേക്ക് തന്നെ എത്തിക്കാൻ പറ്റും. ഒരിക്കലും പറ്റില്ല എന്നുള്ളൊരു കാര്യത്തിനെ പറ്റും എന്നുള്ളതാക്കണതാണ് ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുക. എല്ലാവരും ക്ലിയറായിട്ട് നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുത്തിട്ട് എനിക്ക് കമൻറ്റിലൊക്കെ എഴുതണം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.